എന്റെ പൊന്നു മക്കളെ, നിങ്ങൾക്കേ ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇല വന്ന് മുള്ളേ വീണാലും മുള്ളു ചെന്ന് ഇലയെ വീണാലും കേടാർക്ക ഇലയ്ക്ക. അത് നീയൊക്കെ ഒരു പ്രായം എത്തി കഴിയുമ്പോഴേ നിനക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ ഈ പ്രായം കഴിഞ്ഞിട്ടൊക്കെയാ ടീച്ചർ ഇവിടെ എത്തിയത്. നിന്റെ ഈ ചാട്ടം ഒന്നുള്ളതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങോട്ടേക്കാ എന്തിനാന്നൊക്കെ. ഈ പ്രായത്തിൽ നിങ്ങൾക്ക് പലതും തോന്നും. ആ ബസ് സ്റ്റോപ്പിൽ അവിടെ നിന്ന് കൈ കാണിക്കുന്നവന്മാര് കാണിക്കുമ്പോൾ നിനക്ക് തോന്നും അവനാണ് എന്റെ ജീവിതം എന്ന് തോന്നും. ആ കൈ കാണിക്കലിലും ആ തുള്ളലിലും കണ്ട ആ വഴി പോയവരൊക്കെ അങ്ങ് പോയിട്ടേ ഉള്ളൂ. പിന്നെ അവർക്കൊന്നൊരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. സമയവും കാലവും നേരവും ഒക്കെ ആവുമ്പം വീട്ടുകാർ ആരെയാന്ന് വെച്ചാൽ കണ്ടുപിടിച്ചു കൊണ്ടേ തരും. നമുക്ക് ചേർന്ന നമുക്ക് യോജിച്ച യോഗ്യനായ ഒരാളെ കൊണ്ടേ തരും. അതാണ് ജീവിതത്തിൽ ഏറ്റവും ഉചിതം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ടൂറ് പോകുന്ന കാര്യം ചോദിച്ച് കുറെ പേര് അവിടെ സ്റ്റാഫ് റൂമിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴേ പറഞ്ഞേക്കാം, ടൂറ് പോകുന്നതൊക്കെ കേരളത്തിന്റെ ഉള്ളിൽ മാത്രം. ഗോവയ്ക്ക് പോണെന്നും ഹംപിക്ക് പോണെന്നൊക്കെ പറഞ്ഞു ഇവിടെ നിന്ന് കുറെ പേര് കുക്കിയും പറിച്ച് അങ്ങോട്ട് വരുന്ന കണ്ടു. ഒരു ഗോവയ്ക്കും ഗോവയ്ക്കൊന്നും പോകത്തില്ല. അവിടെ പോയിട്ട് നിനക്കൊക്കെ എന്തോ ചെയ്യാനാ? എനിക്ക് നിങ്ങളോട് ആകെ പറയാനുള്ളത്, നാളെ ഒരു കുടുംബത്തിൽ കയറി ചെല്ലാനുള്ളത് നീയൊക്കെ. അപ്പം അവിടെ പോയിട്ട് ഈ സ്വഭാവം അവിടെ കാണിക്കുന്നെങ്കിൽ പോയതിന്റെ തൊട്ട് പിന്നാലെ ഇങ്ങ് തിരിച്ചു കൊണ്ടേ വിടും അവര്. അവരെന്താ പറയാ? വീട്ടിൽ നിന്ന് ബാക്കി പഠിക്കാൻ പോയ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നല്ലേന്നാ ചോദിക്കുക. എന്റെ മോനാണ് ഞാൻ ഇങ്ങനെ ഒരു പെണ്ണിനെ ഒന്നും എവിടുന്ന് എടുക്കില്ല. ഇത്രയും മോശ സ്വഭാവമുള്ള പെമ്പിള്ളാരൊന്നും ഒരു കുടുംബത്തിലും ആരും വേണമെന്ന് പറയില്ല. പിന്നെ അടുത്ത ആഴ്ച ആർട്സ് ഡേ വരും. അപ്പൊ ആർട്സ് ഡേയുടെ കാര്യങ്ങളൊക്കെ ലീഡർ നോക്കിക്കോണം. പിന്നെ ആർട്സ് ഡേയുടെ അന്ന് കളർ ഡ്രസ് ആണെന്ന് കരുതി ആരും കണ്ട കോലം പിടിച്ച ഡ്രസ്സൊന്നും ഇട്ട് ഇങ്ങോട്ട് വരണ്ട. ജീൻസ് ഇട്ട് ഒരാളും കോളേജ് കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? അറിയാലോ, സൈഡ് ഓപ്പൺ ഉള്ള ചുരിദാർ ഇടാൻ പാടില്ല. കൃത്യമായും വൃത്തിയുള്ള നല്ല ഇറക്കത്തിലുള്ള സ്ലിറ്റ് ഇല്ലാത്ത സാധാ ചുരിദാർ ടോപ്പും രണ്ട് സൈഡ് ഷോള് പിൻ ചെയ്ത് വൃത്തിക്ക്. ആരും ലെഗിൻസും സാധനങ്ങളും വലിച്ചു കയറ്റി വരണ്ട. മനസ്സിലായല്ലോ? ഒരു വിധത്തിലുള്ള ഷോ കാണിക്കാനും അവിടെ കിടന്ന് ഗോഷ്ടി കാണിക്കാനും വേണ്ടിയിട്ടല്ല നമ്മള് പഠിക്കാൻ വരുന്നത്. പഠിക്കാൻ വന്നാ പഠിച്ചിട്ടങ്ങ് പോകണം. മനസ്സിലായോ? ഡാൻസുകാരും കയറ്റം പിടിച്ച ഒരു വിധത്തിലുള്ള ഡ്രസ്സ് ഇട്ട് കളിക്കരുത്. സ്കേർട്ടും ടോപ്പും ഇട്ട് കളിക്കുന്നവർ പൊങ്ങുമ്പോ വയറ് കാണുമോ കൈയുടെ അടി കാണുമോ ഒക്കെ ചെയ്യുന്നതിട്ട് കളിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ സ്ലീവ്ലെസ് ഒരു കാരണവശാലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. നല്ല വൃത്തിക്ക് തുണിയെടുത്ത് കൈ വെച്ച ശേഷമുള്ള സാധനങ്ങൾ ഇട്ട് അങ്ങോട്ട് വന്നാൽ മതി.